ദുർഘടമായ മരണമുണ്ടല്ലോ, ആ മരണമാണ് ഏറ്റവും വലിയ ദുഃഖവും ഏറ്റവും വലിയ സങ്കടവും ഉണ്ടാകുന്ന ഒരവസ്ഥ. ദുനിയാവിൽ എന്തെന്ന് കെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്നതായ ചിന്തിച്ചു വെച്ചിരുന്ന പലതും അല്ലാഹുവേ ഒരു നിമിഷം വെറും കയ്യോടെ എല്ലാം വിട്ടുകൊടുത്തിട്ട് ഇവിടെ നിന്ന് പോകേണ്ട ഒരവസ്ഥ വല്ലാത്ത സങ്കടമാ. ഓ മുഅ്മിനേ, ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഏറ്റവും ദുർഘടമായ സന്ധി എന്ന് പറയുന്നത് മരണമാണ്. ഈ കാണുന്നതായ ദുനിയാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെ ഉപമിച്ചത് ഒരു വഞ്ചകിയായ കാമുകിയോടെയാണ്. വഞ്ചകിയായ ഒരു കാമുകി അവളുടേതായ പ്രസരിപ്പുകൾ, അവളുടെ സൗന്ദര്യങ്ങൾ, അവളുടേതായ ആകർഷണീയതകൾ പൂർണ്ണമായി മനുഷ്യരിലേക്ക് ഇങ്ങനെ പ്രകടിപ്പിച്ചിട്ട് അവൾ ഇങ്ങനെ അവനെ വശീകരിക്കുകയാണ്. അരോഗതടകാത്രനായ ഒരുപാട് യുവാക്കളെ ആ വഞ്ചകിയായ കാമുകി ഇങ്ങനെ വശീകരിച്ചു കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അവളുടേതായ വഞ്ചനയിൽ അനുരാഗപ്പെട്ട് ഒരുപാട് പേര് അവരുടെ പിന്നാലെ പരക്കമാവുകയാണ്. അവസാനം അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് കഴുത്തു ചരിച്ച് കൊല്ലുന്ന വഞ്ചകിയായ ഒരു കാമുകിയോടെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ദുനിയാവിനെ വിശേഷിപ്പിച്ചത്, ദുനിയാവിനെ ഉപമിച്ചത്. അല്ലേ സഹോദരങ്ങളെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ദുനിയാവിനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പരമാവധി ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത ശൈലിയും കെട്ടും മട്ടും ഭാവവും ഒക്കെ കണ്ടാൽ ഒരുപാട് നാള് ഞാൻ ഇവിടെ നീ ജീവിക്കുമെന്നുള്ളതായ ആ ഒരു ജീവിത ശൈലിയും ആ ഒരു അഹങ്കാരത്തിന്റെ ഹുങ്കും ഭാവവുമാണ് നമ്മളിലുള്ളത്, അല്ലേ? എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം എന്തെന്നറിയോ? ഓരോ സെക്കൻഡും ഓരോ നിമിഷവും ഈ ദുനിയാവ് നമ്മളിൽ നിന്നും വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമ്പത്തിൽ നിന്നും, നമ്മുടെ ഭാര്യമാരിൽ നിന്നും, നമ്മുടെ മക്കളിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ നിന്നും, നമ്മുടെ ഉദ്യോഗ മണ്ഡലങ്ങളിൽ നിന്നും നാമുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു അനുഗ്രഹമായിട്ട് നൽകിയിട്ടുണ്ടോ, അതിൽ നിന്നെല്ലാം ഓരോ സെക്കൻഡും ഓരോ നിമിഷവും നാം വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതറിയുന്നില്ല നാം. ഓരോ നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുനിയാവിനെ നമ്മളിൽ നിന്നും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കവി പാടിയതുപോലെ, വമാ നഫ്സി ഇല്ലാ യുബാഇദു മൗലിദാ വയദിൽ മനായാലിൻ നുഫൂസി ഫതഖുറുബു. നമ്മുടേതായ ജനനത്തിനെ നാം ജീവിച്ചു വന്ന ഈ 10, 35, 40, 60, 50 വയസ്സിനോട് നമ്മുടെ ജനനത്തിനെ ഒന്ന് താരതമ്യം പഠനം നടത്തിയാൽ, ഒന്ന് തുലനം ചെയ്തു നോക്കിയാൽ നമുക്ക് ഒരുപാട് നഷ്ടമായിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന, നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതായ സമയം, അതിന്റെ കാലാവധി അതൊരുപാട് അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ വയദിൽ മനായാലിൻ നുഫൂസി ഫതഖുറുബു, നമ്മുടെ അജലുണ്ടല്ലോ മുഅ്മിനേ, നമ്മുടെ അജലുണ്ടല്ലോ ഉമ്മ. സഹോദരങ്ങളെ, യുവാക്കളെ, സഹോദരിമാരെ, അല്ലാഹു നമുക്ക് ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഡേറ്റിലേക്ക് നമ്മുടേതായ ഈ ജീവിതത്തെ നാം ഒന്ന് തുലനം ചെയ്താൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്, നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനിച്ച് നമ്മുടെ സമയങ്ങൾ, നമ്മുടെ നിമിഷങ്ങൾ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നാം അറിയുന്നില്ല. എന്തുകൊണ്ടാണ് അറിയാത്തത്? എന്തുകൊണ്ടാണ് നാം അറിയാത്തത്? നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടേതായ ജീവിത ശൈലി നോക്കുമ്പോ നാം ഇനിയും ഒരുപാട് ജീവിക്കുമെന്നല്ലേ നിങ്ങൾ ഓരോരുത്തരും കരുതുന്നത്. നാളെയും ഇവിടെ ഞാൻ എഴുന്നേക്കും,
നാളെയും എനിക്ക് സുബഹി നമസ്കരിക്കാൻ കഴിയും. അടുത്ത മാസങ്ങളിൽ ഒക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, എന്റെ ലക്ഷ്യപ്രാപ്തി എത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം എന്റേതായ സാക്ഷാത്കാരങ്ങൾ ഒരുപാടുണ്ട്. അതെല്ലാം എനിക്ക് കെട്ടിപ്പടുക്കാനും കഴിയുമെന്നല്ലേ നാം ചിന്തിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാരണത്തെ കുറിച്ച് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, അല്ല സ്വഹാബാ, എന്റെ സമുദായത്തിൽ അതിഭീകരമായ മാരകമായ 2 രോഗങ്ങൾ പിടിപെടുന്നതിനെ ഞാൻ ഭയക്കുന്നു സ്വഹാബാ. മഹാനായ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഏത് ഭീകരമായ രോഗമാണ്, എന്ത് പ്രയാസപ്പെടുത്തുന്ന രോഗമാണ് അത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ക്യാൻസറിനെ കുറിച്ചല്ല റസൂല് പറഞ്ഞത്, ഷുഗറിനെ കുറിച്ചല്ല പറഞ്ഞത്, കൊളസ്ട്രോളിനെ കുറിച്ചല്ല പറഞ്ഞത്, മറ്റു നാം ഭയപ്പെടുന്നതായ ഒരു രോഗങ്ങളെ കുറിച്ച്